കോട്ടയം പാലയിൽ കുടുംബ വഴക്കിനെ തുടർന്നുണ്ടായ തർക്കത്തിനിടെ പൊള്ളലേറ്റ ഭാര്യാമാതാവും മരുമകനും മരിച്ചിട്ടുണ്ട്. പാലാ സ്വദേശികളായ നിർമ്മല, മനോജ് എന്നിവരാണ് മരിച്ചത്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ടോബി, പറയൂ. ഗോപി, അല്പസമയം മുമ്പാണ് ഈ മരണവാർത്ത വന്നത്. ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഈ രണ്ടുപേരെയും, നിർമ്മലയും മനോജിനെയും, മരുമകനായിട്ടുള്ള മനോജിനെയും ഈ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. ഗുരുതരമായിട്ട് രണ്ടുപേർക്കും പൊള്ളലേറ്റിരുന്നു. ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു കുടുംബ പ്രശ്നമാണ് ഈ ഒരു സംഭവത്തിലേക്ക് നയിച്ചത് എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. നിരന്തരമായി ഈ ഭാര്യയുമായി പിണങ്ങി കഴിയുകയായിരുന്നു ഈ മനോജ്. ഭാര്യ അമ്മയ്ക്കൊപ്പം വീട്ടിലായിരുന്നു. ഈ അമ്മയോട് ഭാര്യയെ തിരിച്ചു വിടണമെന്നൊക്കെ പലതവണ ആവശ്യപ്പെടുകയും ഈ അമ്മായിയമ്മയുമായി സ്ഥിരമായി, ഭാര്യയുടെ അമ്മയുമായിട്ട് സ്ഥിരമായി തർക്കത്തിലേർപ്പെടുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ രാത്രിയിൽ അവിടെ ചെന്ന് ഒരു തർക്കമുണ്ടാകുന്നു. തുടർന്ന് കയ്യിൽ കരുതിയ പെട്രോള് ഈ ഭാര്യ മാതാവിന്റെ ദേഹത്തേക്ക് ഒഴിക്കുകയും തീ കൊളുത്തുകയും ചെയ്തത്. അതിനിടയിലാണ് ഈ മനോജിനും പൊള്ളലേക്കുന്നത്. ഗുരുതരമായിട്ടുള്ള പരിക്കാണ് രണ്ടുപേർക്കും പറ്റിയത്. ഉടൻ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ അവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഇന്ന് രാവിലെ രണ്ടുപേരുടെയും മരണം മെഡിക്കൽ കോളേജിൽ സ്ഥിരീകരിക്കുകയാണ്. 6 വയസ്സുള്ള ഒരു കുട്ടിയും ഇവർക്കുണ്ട്. ഈ മനോജിനൊപ്പമായിരുന്നു കുട്ടി ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്താണ്, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവരുടെ വീട്ടിൽ ഈ ഒരു തർക്കം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതായത് ഭാര്യയുടെ അമ്മയും മനോജും തമ്മിലുള്ള തർക്കം. ഭാര്യ മാറി ഈ അമ്മയുടെ ഒപ്പം വന്ന് നിൽക്കുന്നതൊക്കെയായിരുന്നു പ്രശ്നം. പോലീസ് എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഗോപികൃഷ്ണൻ. ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്.